ഇന്നത്തെ കാലത്തൊക്കെ ഉള്ള വലിയ മുസീബത്ത് അതാണ്. ഏതാണ് നല്ലത് ചീത്തയും തിരിച്ചറിയാൻ വയ്യാത്ത കാലഘട്ടമായിപ്പോയി ഇത്. നല്ലതിനും കാണുന്നുണ്ട് തലേക്കെട്ടും താടിയും പിന്നെ നിസ്കാരത്താമ്പൊക്കെ ബെടക്കിനും കാണുന്നുണ്ട്. അത് ഏതാണ് ഇപ്പൊ നമ്മള് സ്വീകരിക്കുക? ഇതൊക്കെ ഉസ്താദേ എന്താ ഇപ്പൊ നമ്മള് ചെയ്യപ്പോ ഈ കാലഘട്ടത്തിൽ? ഇതിനൊരു മാർഗം വേണല്ലോ. നല്ലതിനും കാണുന്നുണ്ട് വലിയ താടിയും തലേക്കെട്ടുമൊക്കെ, വലിയ സംഗതിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മനസ്സിലായ? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, വിശാലമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. അതെന്നെ പറഞ്ഞ ആരെ വിശ്വസിക്കുന്നുള്ളതാണ് എന്റെ അതെന്നെ പറഞ്ഞ നമ്മൾ ഉസ്താദുമാരെ പിൻപറ്റാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങള്, ഞാൻ നാള് പറഞ്ഞ ഈ ശേഖന്മാരടുത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കഥ എന്താണ്? അവരെ ഓരോ കബളിപ്പിക്കൽ കാണുമ്പോ നമ്മളെ ഉസ്താദുമാരൊക്കെ ഈ ചിലപ്പോ കുതുബുല്ലത്താബാണെന്നൊക്കെ തോന്നിപ്പോ. ഒരാളെയും വഞ്ചിക്കാതെ നേരെ പോവുക എന്നുള്ള ചിന്താഗതി മാത്രമാണ് നമ്മളെ കൂട്ടുസ്ഥാനത്തൊക്കെ ചെന്ന് നോക്കി നിങ്ങള്. അതുപോലുള്ള പണ്ഡിതന്മാർ സുലൈമാസ്ഥാനത്ത് നിന്ന് പൊന്നോസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ടു നോക്കി നിങ്ങൾ അപ്പൊ അറിയാൻ കഴിയത്. പക്ഷെ ഈ ആളുകളടുത്ത് ചെന്നാൽ ഒന്ന് കുറച്ച് 2 ദിവസം ആണ് കൂടിയാൽ മതി. പിന്നെ യുസ്മെന്ന് പറഞ്ഞില്ലേ, ഒരു വസ്തുവിനോടുള്ള സ്നേഹം ഒരു വസ്തുവിനോടുള്ള സ്നേഹം എന്താക്കും? അത് മനുഷ്യനെ അന്ധനും ബധിരനുമാക്കി മാറ്റുന്നു. അന്ധനും ബധിരനുമാക്കി മാറ്റും. അതാണ്. അപ്പൊ പിന്നെ എന്ത് കബളിപ്പിക്കൽ നടത്തിയാലും അതും കറാമത്തായിട്ടാണ് പിന്നെ കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഒരു പിന്നെ താലിബ്, ഒരു മുരീദ്, അവൻ അള്ളാഹുവിന്റെ സുലൂക്കിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിലേക്ക് പ്രവേശിക്കലിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് അയ്യസ്തഗില ബിദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായ? അതെന്ന് പറഞ്ഞാലേ പിന്നെ ഒരാളെങ്കിൽ പീരം ചെയ്യണം, നമുക്ക് പൊന്മളയുടെ കൂടെ കൂടാന്ന്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൂടെ കൂടാം. മനസ്സിലായ? അത് കൂടെ കൂടാൻ പറ്റിയ ആളുകളാവണമെന്നേ ഉള്ളൂ. പൊന്മളയാണെങ്കിൽ പൊന്മളുടെ കൂടെ കൂടാം. ഷെയ്ഖ് കാന്തപുരം ഉസ്താദാണെങ്കിൽ ഉസ്താദിന്റെ കൂടെ കൂടാം. സുലൈമാ ഉസ്താദാണെങ്കിൽ സുലൈമാ ഉസ്താദിന്റെ കൂടെ കൂടാം. അങ്ങനെ ഓരോ ഉസ്താദുമാരുടെയും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നാവും. അപ്പൊ സുലൈമാ ഉസ്താദിന്റെ കൂടുതൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാ മതി. ഞാനൊന്നും കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും കുറഞ്ഞ സമയം പിന്നെ ഒരു വീട്ടിൽ വന്നപ്പോ കുറഞ്ഞ സമയം സുലൈമാ ഉസ്താദുമായി ഇടപഴകാൻ കഴിഞ്ഞൊരു സംഗതി ഞാൻ ഓർക്കുകയാണ്. ഒരു 10 മിനിറ്റ് സുലൈമാ ഉസ്താദുമായി ഇങ്ങനെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഉസ്താദിന്റെ ആ വിനയവും സൂക്ഷ്മതയും, ഭക്ഷണം കഴിക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, സംസാരിക്കുന്നിടത്ത്, വീട്ടിൽ കയറുന്നിടത്ത് ഒക്കെയുള്ള സൂക്ഷ്മത കണ്ടാൽ തന്നെ നമുക്കറിയാം. മനസ്സിലാ പറഞ്ഞത്? അപ്പോ സുഹൃത്തുക്കളെ, ഒരു അള്ളാഹുവിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന, സുലൂക്കിനെ ഇഷ്ടപ്പെടുന്ന, സുലൂക്കിനെ ആഗ്രഹിക്കുന്ന വ്യക്തി തുടക്കത്തിൽ അവൻ ചെയ്യേണ്ട പണി എന്താണ്? അയ്യസ്തഗില ബിദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിക്റ് കൊണ്ട് നമ്മുടെ നെഞ്ച് കീറണം. അതാണ് അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നാം അതിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിക്റ് ചൊല്ലി 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 നമ്മുടെ നെഞ്ചിന്റെ പിളരണം. നെഞ്ചി പിളർന്ന് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ആ കറുത്ത മാംസക്കഷ്ണങ്ങളുണ്ടല്ലോ, അത് പുറത്തേക്ക് ചാടണം. കണ്ട നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു,
എങ്ങനെയാണ് ആ ദിക്ർ ചെല്ലുന്ന കോലം അതും പറയുന്നുണ്ട്. ബിഹൈസു യബ്തദിഉ മിനൽ ജാനിബിൽ ഐമനി ലിസ്സദർ. കണ്ടാ, വലത് ഭാഗത്തും തുടങ്ങണം. അവൾ തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാ? വയദ്രിബു ബിൽ ഐനൽ ജാനിബിൽ യുസ്റാ ഐസരി മിൻഹു. നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് കൊണ്ടുപോയി അടിക്കണം. ഇല്ലല്ലാഹ്. അങ്ങനെയാണ്. കാരണം ഞങ്ങള് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ദിക്റുകളുണ്ട് ഞങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോ എന്തുണ്ടാവുന്ന ആ പ്രകമ്പനം കൊള്ളും ഹൃദയത്തിൽ കണ്ടാണ് സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ ഹൃദയത്തിന് ഒരു സുഖവും കിട്ടുകയില്ല. ഹൃദയത്തിൽ കിടക്കുന്ന ഈ പിശാചിന്റെ ശഹ്വാത്തുകളുണ്ടല്ലോ, ആഗ്രഹങ്ങൾ, വ്യാമോഹങ്ങൾ, ആ പിശാചിന്റെ ശഹ്വാത്തുകൾ അത് പൊളിച്ചു കളയും. കണ്ട നിങ്ങള് എന്തിനാ അങ്ങനെ അടിക്കുന്നത്? ലിയന്തഖിമ മിൻഹുൽ അലഖത്തുല്ലതി ഹിയ ഹല്ലു ശൈത്താനി വമൻബഉ ശഹവാത്തിൻ നഫ്സാനിയ മിഖ്ദാറൻ ബഅദ മിഖ്ദാർ. കണ്ട എന്തിനാ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഇടതുഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് കൊടുന്നിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? പിശാചിന്റെ എന്തുണ്ട്? ഹള്ളുണ്ട് അവിടെ. പിശാചുമായി ബന്ധപ്പെട്ടൊരു സംഗതിയുണ്ട് അവിടെ. അതേ പ്രകാരം തന്നെ വൈകാരികമായോ മംബഉ ശഹവാത്തിൻ നഫ്സാനിയ, ശാരീരികമായി ഉണ്ടാകുന്ന വികാരങ്ങളുടെ ഉറവിടവുമാണത്. അവിടെ നിന്നാണ് ചിന്തകൾ ഉടലെടുക്കുന്നത്. മനസ്സിലായ? അവിടെ ചെന്നടിക്കുമ്പോൾ ഈ അലക്കത്ത്, ഈ രക്തപിണ്ഡം അത് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയാണ്. എങ്ങനെ? മിഖ്ദാറൻ ബഅദ മിഖ്ദാർ. അല്പാൽപമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദിക്ർ ഇങ്ങനെ 1 ലക്ഷം ദിക്റാണോ ഷേഖ് നിർദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ 2 ലക്ഷം ദിക്റാണോ ഷേഖ് നിർദ്ദേശിക്കുന്നത്? ആ ഷേഖിന്റെ നിർദ്ദേശപ്രകാരം 2 ലക്ഷം ദിക്ർ ഇങ്ങനെ ചൊല്ലി 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 നമ്മുടെ നെഞ്ചു പൊട്ടും. നെഞ്ചു പൊട്ടുമ്പോൾ ഹൃദയത്തിലുള്ള ഈ ശഹവത്ത് ഏതാണ് ഷഹവാത്തുൻ നഫ്സാനിയ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് ചാടും. കണ്ട, അപ്പൊ അങ്ങനെ പുറത്തേക്ക് ചാടുമ്പോ എന്താ ഉണ്ടാകുക? വയംലഉൻ നൂറുൽ മഖാമ മാ യന്തഖിലു മിൻഹാ. മനസ്സിലായ? പ്രകാശം നിറയും അവിടെ. എവിടെ? മഖാമ മാ യന്തഖിലു മിൻഹാ. ആ ഹൃദയത്തിൽ നിന്ന് പിശാചിന്റെ വിഹിതവും പിശാചുമായി ബന്ധപ്പെട്ടതും അതേ പ്രകാരം തന്നെ വൈകാരികമായ വൈകാരികമായ കാര്യങ്ങളും പുറത്തേക്ക് പോന്നല്ലോ. ആ സ്ഥാനത്ത് നൂറ് നിറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നൂറാണ്. മനസ്സിലായ? ഖുർആനിലെ സ്ഥലത്ത് പറഞ്ഞില്ലേ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ഈ ഉർവത്തുൽ വുസ്ഖാ എന്ന സാധനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഉർവത്തുൽ വുസ്ഖയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം നിറയും. മനസ്സിലായ? ആ പ്രകാശം നിറഞ്ഞു കഴിഞ്ഞാലോ, പ്രകാശം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓയിൽ നിന്ന് അങ്ങനത്തെ കുതന്ത്രങ്ങളൊന്നും ഉണ്ടാവൂല. കണ്ട നിങ്ങള്? അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈ കുടുസവിയത്തിന്റെ സങ്കുചിതത്വം, ആ സങ്കുചിതത്വം നീങ്ങും അവിടുന്ന്. വയസൂലു ദീഖു വയൻശരിഹു സദറു. ഹൃദയം വിശാലമാകും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും നീങ്ങിപ്പോകും. വിശാലമായി ഹൃദയമായി കഴിഞ്ഞാലോ പിന്നെ കുതന്ത്രങ്ങൾ ഉണ്ടാവൂല, ഫിത്നയിലകപ്പെടുത്തൂല. തനിക്ക് പ്രസിദ്ധിയും പേരും പ്രസിദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയുള്ള അടവ് നയങ്ങൾ സ്വീകരിക്കുകയില്ല. അതൊക്കെ ഇപ്പൊ നമ്മളെ ഇപ്പൊ തന്നെ നമ്മുടെ ഈ റൂമിലിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ തന്നെ പല ആളുകളുടെയും കുതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. മനസ്സിലായ? ഒരാളോട് ഒന്ന് പറയാ, വേറൊരാളോട് വേറെ ശൈലി പറയാ, മറ്റൊരാളോട് വേറെ ശൈലി പറയാ, വേറൊരാളോട് വേറെ ശൈലി വരിക. അങ്ങനെ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതല്ല ഉണ്ടാവേണ്ടത്.
ഇൻഷിറാഹുൽ സുദൂർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹൃദയം വിശാലമായി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകില്ല. കണ്ട, നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അങ്ങനെ വരുമ്പോൾ വറുബ്ബമ ചിലപ്പോ എന്ത് സംഭവിക്കുന്നറിയോ? ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 ഹൃദയം അങ്ങോട്ട് പൊട്ടുമ്പോൾ വറുബ്ബമാ ഖാഅദമൻ അസ്വദ റഖീഖൻ ലിൻഹിലാലിഹി ബിഹറാറത്തി തൗഹീദ്. കണ്ടാ എന്താ പറഞ്ഞെന്നറിയ നിങ്ങള്? ചിലപ്പോൾ കറുത്ത രക്തം ഛർദിച്ചേക്കാം. കറുത്ത രക്തം ഛർദിച്ചേക്കാം. എങ്ങനെ? ബിഹറാറത്തി തൗഹീദി, തൗഹീദിന്റെ ചൂടുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൂടെത്ര എന്നറിയ നിങ്ങൾ? ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ മഹത്വം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദ് അപ്പുസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് ചെല്ലി തീർന്നപ്പോൾ ഹറാറത്ത് കൊണ്ട് ചൂടായി. പിന്നെ മൂപ്പർക്ക് ഒരൊറ്റ നിൽപ്പാണ്, ഒരൊറ്റ നിൽപ്പ്. ആകാശത്തേക്ക് നോക്കിയിട്ടൊരു നിൽപ്പ്. സുബ്ഹാന ജല്ല ജലാലുഹു. കുണ്ടൂർ ഉസ്താദിന്റെ ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തഹ്ലീൽ അങ്ങോട്ട് ചെല്ലി 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 അങ്ങോട്ട് ചൂട് പിടിച്ചു ഹൃദയം, ശരീരം ചൂട് പിടിച്ചു. ചൂട് പിടിച്ചപ്പോൾ ഒരൊറ്റ നിർത്താണ് ആകാശത്തേക്ക് നോക്കിയിട്ട്. പിന്നെ ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, കൂടെ നിൽക്കുന്നവരൊക്കെ പേടിച്ചുപോയി. ചാപ്പരങ്ങാടി വാപ്പൂസിയെടുത്ത് തന്നെ ചെന്നു. അപ്പൊ എന്തേ പറഞ്ഞത്? മൂപ്പർക്ക് ചൂട് ലേശിച്ചെങ്ങനെ ഏൽക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ചൂട് ലേശിച്ചെങ്ങനെ ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുന്ന നല്ല തല തണുക്കാൻ വേണ്ടി നല്ല നെല്ലിത്തള അങ്ങനെ എന്താ പരിപാടിണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടുപിടിക്കുന്നതാണ്. മനസ്സിലായ? അതുകൊണ്ടല്ലേ എവിടെ എത്തി കൊണ്ടുവരുന്നതൊക്കെ? അതാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജാറങ്കണ്ണിനൊക്കെ ചോദിച്ചാൽ ജാറങ്കണ്ണിന്റെ കയ്യിൽ റിയാദ വീഡിയോളാ. മനസ്സിലായി? നിങ്ങൾ ജാറങ്കണ്ണി എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരെന്ന് മനസ്സിലാക്കണ്ട. ലക്ഷക്കണക്കിന് തഹ്ലീല് ചെല്ലിയിട്ട് ലക്ഷക്കണക്കിന് തഹ്ലീല് ചെല്ലിയിട്ട് ഏതാണ് ആ ഹൃദയത്തിൽ നിന്ന് ഈ തൗഹീദിന്റെ ഹറാറത്ത് ഈ തൗഹീദിന്റെ ഹറാറത്ത് കൊണ്ട് എന്തായി? ഇങ്ങോട്ട് ചാടിപ്പോന്നു. റുബ്ബമാ ഖാഅ ദമൻ അസ്വദ റഖീഖൻ ലിൻഹിലാലിഹി ബിഹറാറത്തി തൗഹീദ്. കണ്ടാ തൗഹീദിന്റെ ഹറാറത്ത്. അതെങ്ങനെ തൗഹീദിന്റെ ഹറാറത്ത് ഉണ്ടാകുന്നത്? ബിനാരി ദിക്രി, ദിക്റാകുന്ന നാറുകൊണ്ട്. നാറാണ്, തീയാണത് ദിക്ർ എന്ന് പറഞ്ഞത്. ആ തീ കൊണ്ട് ചൂട് പിടിപ്പിച്ചു ഹൃദയത്തെ. ചൂട് പിടിപ്പിച്ചപ്പോൾ ഇരുമ്പിൽ നിന്ന് ഇരുമ്പിനെ ചൂട് പിടിപ്പിക്കുമ്പോൾ അതിലുള്ള തുരുമ്പ് എങ്ങനെ പോകുന്നുവോ അതേ പ്രകാരം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുരുമ്പാകുന്ന ശഹ്വത്തുൻ നഫ്സാനിയയും അതുപോലെ തന്നെ പിശാചിന്റെ അംശങ്ങളും ഒക്കെ അവിടെ നിന്ന് നീങ്ങിപ്പോകും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലികുല്ലി ശൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. എല്ലാ വസ്തുക്കൾക്കും സഖാലയുണ്ട്, സംസ്കരിക്കുന്ന വസ്തുവുണ്ട്. ഇരുമ്പിനെ സംസ്കരിക്കാൻ ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ സ്വർണം സംസ്കരിക്കാൻ സ്ഥലമുണ്ട്, വെള്ളി സംസ്കരിക്കാൻ സ്ഥലമുണ്ട്. അതേ പ്രകാരം ഓരോ വസ്തുക്കളെടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിനൊക്കെ സംസ്കരിക്കാനുള്ള മാധ്യമങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. കണ്ടാ, ഹൃദയത്തെ സംസ്കരിക്കാനുള്ള മാർഗം എന്താണ്? ദിക്റുല്ലാഹ്, അല്ലാഹുവിന് ദിക്ർ ചെല്ലലാണ്. അപ്പൊ അല്ലാഹുവിന് ദിക്ർ ചെല്ലി 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 ആ ദിക്റിന്റെ ഹറാറത്ത് കൊണ്ട് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ അങ്ങനെ ഛർദിക്കുന്ന ആരെങ്കിലും
ഉണ്ടെങ്കിൽ വഹുവന്മാരുടെ വിശേഷണത്തിൽപ്പെട്ടതാ. അങ്ങനെ ഛർദിക്കുന്ന ആളുകൾ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആരെങ്കിലും രക്തം ഛർദിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടില്ലേ നിങ്ങൾ, പിന്നെ നമീമത്ത് വലിയ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഹദീസിൽ കാണാൻ കഴിയില്ലേ, അവരെ കൊണ്ട് ഛർദിപ്പിച്ചപ്പോൾ രക്തം പുറത്തേക്ക് വന്ന സംഭവം. അത് ഇതിന് ഉദാഹരണമാണ്. അവിടെ രക്തം കുടിച്ചതുകൊണ്ടോ മാംസം കുടിച്ചതുകൊണ്ടോ മാംസം തിന്നതുകൊണ്ടോ അല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഗീബത്തും നമീമത്തും പറഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി ആ സ്ത്രീകൾ മാംസവും രക്തവും ഛർദിക്കുകയാണ്. ഇതേ പ്രകാരം അല്ലാഹുവിന്റെ കുമ്മരീങ്ങളായ പരിപൂർണന്മാരായ ആളുകൾ അവരുടെ കറാമത്തിന്റെ ഭാഗമായി ദിക്ർ ചൊല്ലി 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 ഹൃദയം ചൂട് പിടിക്കുമ്പോൾ ആ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാകുന്ന ശഹ്വത്തുൻ നഫ്സാനിയയും അതേ പ്രകാരം തന്നെ പിശാചിന്റെ വിഹിതവും അവിടെ നിന്ന് പുറത്തേക്ക് ചാടും രക്തമായിട്ട്. മനസ്സിലായ? എങ്ങനെയാണത്? അതവർ ദിക്റിങ്ങനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട്, എപ്പോഴും ദിക്ർ ചെല്ലൽ കൊണ്ട്. അപ്പോ എപ്പോഴും ദിക്ർ ചെല്ലൽ കൊണ്ട് എന്തുണ്ടാകും? നമ്മുടെ നെഞ്ചി ഇൻഷറാ ഉണ്ടാകും, തുറന്നു കിട്ടും. വയംഫതിഹുൽ ഖൽബ്, ഹൃദയം തുറക്കും. ഹൃദയം തുറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് നമുക്കൊക്കെ ഉള്ള വിഷയതാണ്. ഹൃദയം തുറന്നിട്ടില്ല. ഹൃദയം തുറക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സങ്കുചിതത്വവും വിരോധവും ഫിത്ന വളർത്തലും പ്രചരിപ്പിക്കലും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും നാം അത് പുറത്തേക്ക് വിടുന്നത് കൊണ്ട് സമൂഹത്തിന് ദോഷമുണ്ടെങ്കിൽ അവിടെ വിശുദ്ധനായ ഹൃദയവിശാലമുള്ള വ്യക്തി മൗനം ദീക്ഷിക്കുക, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിക്കുക. ഇപ്പൊ ജിഷാൻ എന്തോ പുറത്തേക്ക് വിടാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കതിനോട് യോജിപ്പില്ല. ജിഷാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുക, അല്ലാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുക, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ റബ്ബുണ്ടെന്ന് ചിന്തിക്കുക. വലിയ പ്രതിഫലമല്ല അതിന് കിട്ടാൻ പോകുന്നത്. വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും സങ്കീർണമാക്കാനുമേ അയ്യാദി പ്രവർത്തനങ്ങൾ ഉപകരിക്കുകയുള്ളൂ. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഏതെങ്കിലും ആളുകളുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ വ്യക്തിക്ക് ചിലപ്പോൾ നാണക്കേട് വന്നേക്കാം. പക്ഷെ അതിനേക്കാൾ വലിയ കോട്ടം, വലിയ നാശം ഈ ദീനിന് വരാൻ പോകുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിന് വരാൻ പോകുന്നുണ്ട് എന്ന കാര്യം അവരൊക്കെയും ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മനസ്സിലാക്കും ഇതൊരാളെ നിസാരമാക്കലല്ലേ എന്ന്. അല്ല, സമൂഹത്തെ മൊത്തം തെറ്റിലേക്ക് നയിക്കാൻ പര്യാപ്തമാകുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അലം നശ്റഹ് ലക സദ്റക്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ഹൃദയത്തെ നാം തുറന്നു തന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ അല്ലാഹു ശുദ്ധമാക്കിയതുപോലെ നാം നമ്മുടെ ഹൃദയത്തെയും ശുദ്ധമാക്കണം. അതെന്തുകൊണ്ടാണ്? ദിക്ർ ചൊല്ലിക്കൊണ്ടാണ്. ഇതാണ് ഞാൻ എന്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം. ഇനി നോക്കൂ, ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് وَوَضَعْنَا عَنْكَ وِزْرَكَ الَّذِي أَنْقَضَ ظَهْرَكَ. وَوَضَعْنَا, നമ്മൾ ഇറക്കി തന്നില്ലേ, നമ്മൾ താഴ്ത്തി തന്നില്ലേ, ഇറക്കി തന്നില്ലേ, ഒഴിവാക്കി തന്നില്ലേ. ഇതിനൊക്കെ അർത്ഥങ്ങൾ പറയും. നമ്മൾ ഇറക്കി തന്നില്ലേ, അങ്ക തങ്ങളെ തൊട്ട്, എന്തിനെ, വിസ്റക തങ്ങളുടെ, ഏതിനെ,
ഭാരത്തെ, പ്രയാസത്തെ നമ്മൾ ഇറക്കി തന്നില്ലേ? എന്താണ് ഈ പറഞ്ഞത്? അല്ലവീ എങ്ങനത്തെ ഭാരമാണ്? അങ്കവ നെഹ്റക്ക തങ്ങളുടെ മുതുകിനെ അത് പ്രയാസപ്പെടുത്തിയിരുന്നു. അതൊരു പ്രയോഗമാണ് മുതുക് എന്ന് പറയുന്നത്. കാരണം പിന്നെ അങ്ങ് പറയുന്ന കാരണം വിസിർ എന്ന് പറഞ്ഞ സാധനമാണ്, അതിനോട് യോജിച്ചുകൊണ്ട് നെഹ്റക്ക എന്ന് പറഞ്ഞതാണ്. വിസിർ എന്ന് പറഞ്ഞ സാധാരണ അറബിയിൽ അതിന്റെ പ്രയോഗം ഒട്ടകത്തിന്റെ പുറത്ത് ഭാരമേറിയ ഒട്ടകക്കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിന് അങ്കല എന്ന് പറഞ്ഞാൽ അങ്കല എന്ന് പറഞ്ഞിട്ട് ഇൻഖിലാദ് എന്ന് പറഞ്ഞാൽ വിസിർ എന്നല്ല, ഇൻഖിലാദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാരമുള്ള വസ്തു ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശബ്ദം, അതിനാണ് വിസിർ. കിരി എന്നുള്ള ശബ്ദം ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ കണ്ടില്ല, നിങ്ങൾ ഒട്ടകമൊക്കെ നടന്നു പോകുമ്പോ ഒട്ടകക്കട്ടിലുള്ള ഒട്ടകമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്കൊന്നും ഇപ്പൊ ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ ചുമടെടുക്കൊന്നും പരിചയമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കാളവണ്ടി യുഗം കണ്ടില്ല ഞങ്ങള്? കാളവണ്ടി സാധനം കൊണ്ടുപോകുമ്പോ കണ്ടില്ല? കാളവണ്ടി ഇങ്ങനെ പിരി എന്ന് പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കണം. അതിനാണ് എന്ത് ഇൻഖിലാദ് എന്നറിയാം. കാളവണ്ടി കണ്ടില്ലേ? എന്നാ ചെയ്യ, എന്നാ ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് പോയി നോക്കി മനസ്സിലായി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഭാരം ചുമക്കുന്ന ആളുകളുടെ നട്ടെല്ലിനുണ്ടാവും അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒച്ചുണ്ടാവും. വലിയ ഭാരം കൂടിപ്പോയാൽ, ഭാരം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പം നട്ടെല്ലിന് പിരിവിരി ഉണ്ടാവും. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞത്? ഓതായന അങ്ക നബിയെ തങ്ങളെ തൊട്ട് നാം ഇറക്കി തന്നില്ലേ വിസ്റക തങ്ങളുടെ ഭാരം. ദോഷം എന്നല്ലതൊക്കെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദോഷമൊന്നും ചെയ്യൂല. ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ പ്രയാസം, ഭാരം, വല്ലാത്ത ഭാരമുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. പല കാരണങ്ങളെ കൊണ്ടും ഭാരമുണ്ടായിട്ടുണ്ട്. എങ്ങനത്തെ ഭാരമാണ്? അല്ലവീ ആ ഭാരം അങ്കല നെഹ്റക്ക തങ്ങളുടെ മുതുകിനെ പ്രയാസപ്പെടുത്തിയിരുന്നു. അങ്ങനത്തെ ഭാരത്തെ നബിയേ തങ്ങളെ തൊട്ട് നമ്മൾ ഇറക്കി തന്നില്ലേ? മനസ്സിലായ? നോക്കൂ നിങ്ങൾ, ഇവിടെ ഉലമാ പറയുന്നത് കാണാൻ കഴിയും. ഹത്തത്നാ അൻക ഹിംലക സഖീൽ. കണ്ട, ഹത്തത്നാ അൻക ഹിംലക സഖീൽ. നബിയെ തങ്ങൾ വഹിച്ച ഭാരമുണ്ടല്ലോ, ആ ഭാരത്തെ ഇറക്കി തന്നില്ലേ എന്നാ. എന്ന് പറഞ്ഞതല്ല, വെക്കുക എന്നാണ്, ഇറക്കുക എന്നൊക്കെയുള്ള അതിന്റെ അർത്ഥം. ഭാര്യമാര് പ്രസവത്തിന് നമ്മൾ അറബിയിൽ പറഞ്ഞൊരു ഒരു വാക്കാണെന്ത്? ഒള എന്ന് പറയുന്നത്. ഡെലിവറിക്ക് പറയും ഒളയെന്ന്. അപ്പൊ ഓളഅന നമ്മൾ ഇറക്കി തന്നില്ലേ അങ്ക തങ്ങളെ തൊട്ട് വിസ്റക തങ്ങളുടെ പ്രയാസം. അല്ലദീ അൻഖദ ളഹ്റക്ക്. കണ്ട നിങ്ങള്, ഇവിടെ മഹാന്മാരായ ഉലമാ പറയുന്നു അൽ അസ്ലു ഫീഹി. അൻഖദ എന്നുള്ളതിൽ അതിന്റെ അസ്ൽ എന്താണ്? അൽ അസ്ലു ഫീഹി അന്നൽ ളഹ്റ ഇദാ അസ്ഖലൽ ഹിംലു സമിഅ ലഹു നഖീള. കണ്ടാ, നോക്കൂ നിങ്ങള്, ഒരു മനുഷ്യന്റെ നെഹ്റ് മുതുക് ഇതാ അസ്ഖലൽ ഹിംലു ഭാരം ശക്തമായാൽ, ചുമടുണ്ടല്ലോ, ചുമട് കനം കൂടുതലാണെങ്കിൽ സമിഅ ലഹു നഖീൾ, അവനക്ക് നഖീൾ കേൾക്കാൻ കഴിയും. നഖീൾ പറഞ്ഞാല് അതായത് സൗത്തുൻ ഖഫിയുൻ. ചെറിയൊരു ശബ്ദം ഇങ്ങനെ ഊരന്റെ അവിടെ നെട്ടലുണ്ടാവും. നമ്മള് കല്ലൊക്കെ ഭാരം ഉള്ള കല്ലൊക്കെ പൊന്തിക്കുമ്പോ ഉണ്ടാവില്ല ഒരു നെട്ടല് എന്നതുപോലെ ഒരു പിരിപിരി ശബ്ദം. അതിനാണ് ഇൻഖിലാദ് എന്ന് പറയാ. ഈ നഖീദ് എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ ട്ടാ. സാലിബുല് നഖീദ്, സാലിബ് പിന്നെ മുജിബുല് നഖീദ് എന്നൊക്കെ നമ്മൾ പറിച്ചില്ലേ? അതിന്റെ എതിർ ശബ്ദം എന്നാ പറഞ്ഞതിനർത്ഥം. നമ്മൾ പറയാം എതിർ ശബ്ദം ഉയർത്താന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങള്. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ സൗത്തുൻ ഖഫിയുൻ, ചെറിയ ശബ്ദത്തിനാണ് നഖീദ് എന്ന് പറയുന്നത്.
അപ്പോൾ ഭാരമുണ്ടാകുമ്പോൾ മുതുകിനും ശരീരത്തിനും മനസ്സിനൊക്കെ പ്രയാസമുണ്ടാകും. ആ പ്രയാസത്താൽ നമ്മളിൽ നിന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വരും. വലിയ ടെൻഷൻ ഇങ്ങനെ വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനിങ്ങനെ ഇരുന്നാൽ തന്നെ അവന്റെ തൊണ്ടയിൽ നിന്ന് ചിലപ്പോ എന്നുള്ള ശബ്ദങ്ങളൊക്കെ വരും. അല്ലേ കൂട്ടുകാരെ? അവനിങ്ങനെ ഇരിക്കുന്നുണ്ടാവണം, ചിലപ്പോ അറിയാതെ ഇങ്ങനെ ചിലപ്പോൾ ഗിരി 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 നെല്ലിക്കൊണ്ടിരിക്കണം. ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തട്ടാ. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ എന്തുണ്ടാകും? ഇങ്ങനെ എന്ത് ചെയ്യും? പിറുപിറു എന്നുള്ള എന്ത് ചെയ്യും? പിറുപിറുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ഇൻഖിലാദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് പിന്നെ വിസിറിനെ, ഭാരത്തെ ഇറക്കി വെച്ചില്ലയോ? എന്താണ് ഈ ഭാരം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് എന്നല്ല. ചില ആളുകൾ ഈ ഹദീസ്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്മാരിൽ നിന്ന് എന്തു വരാം, ചെറിയ ദോഷങ്ങൾ വരാം എന്ന് പറഞ്ഞ ചില ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്. മനസ്സിലായ? അത് ഒരിക്കലും ശരിയല്ല. പ്രവാചകന്മാർ അള്ളാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ തെറ്റുകൾ അവരിൽ നിന്ന് വരില്ല. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മായനാവൂ, ഈ വിസിർ എന്നതിന്റെ അർത്ഥം അശംനാഹു അനിൽ വിസിരി, ഈ വിസിറിനെ തൊട്ട് കാത്തിരിക്കുന്നു എന്നാണ്. വിസിറിന് തെറ്റ് എന്നർത്ഥം വെച്ചാൽ തന്നെ, തെറ്റി ഇസ്മത്ത് അത് എന്ന് അർത്ഥം സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? തെറ്റിനെ തൊട്ട് നബിയെ തങ്ങളെ കാത്തിരിക്കുന്നു. എങ്ങനത്തെ തെറ്റാണ്? അല്ലദീ യുൻഖിദു ദഹ്റക, തങ്ങളുടെ നെഹ്റിനെ, മുതുകിനെ പ്രയാസപ്പെടുത്തുന്ന, തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന തെറ്റിനെ തൊട്ട് നബിയെ തങ്ങളെ കാത്തിരിക്കുന്നു. ലൗകാന ദാലിക ദംബു ഹാസിലാ, നബിയെ തങ്ങളിൽ നിന്ന് തെറ്റുണ്ടാവുകയാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ആ തെറ്റ് നബിയെ തങ്ങളെ വിഷമിപ്പിക്കുന്നതുമാണെങ്കിൽ, അങ്ങനെയുള്ള തെറ്റിനെ തൊട്ട് നബിയെ തങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നു. അതാണ് കഴിഞ്ഞില്ലേ? സംശയങ്ങൾ കഴിഞ്ഞില്ലേ നിങ്ങളുടെ? നമ്മുടെ സംശയങ്ങൾ തീർന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തെറ്റുകളെ തൊട്ടും മുക്തനാണ്. ഇസ്മത്തുണ്ട് റസൂലുള്ളാഹിക്ക്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അതെങ്ങനെയാണത്? അത് ഈ അക്ബർ പറയുമ്പോഴല്ല, മനസ്സിലായ? അത് സാധാരണ ഒരു അറബി പയ്യൻ. ആ അറബി പയ്യനുള്ള ചാപ്പില്യങ്ങളും മറ്റൊക്കെ പ്രവാചകനുണ്ടായിരുന്നു. എന്തോ ഒരു പറച്ചിലാണ്. ആ പറച്ചിലിന്റെ കൈകൊണ്ടുള്ള കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് ജീവിച്ച ആളാന്ന് തോന്നിപ്പോകും. കണ്ടോ? അതൊരു സാധാരണ അറബി പയ്യൻ ജീവിക്കും പോലെ ജീവിച്ചു എന്നല്ലേ? അല്ല, ചെറുപ്പത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വല്ല തെറ്റും വരുന്നു എന്ന് തോന്നുമ്പോഴേക്കും അള്ളാഹു അവിടെ ഇസ്മത്ത് നൽകുന്നു, സംരക്ഷണം നൽകുന്നു. അതിൽ നിന്ന് റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തുന്നു. യാ ഹബീബല്ലാഹ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ പാട്ടും കൂത്തും നടക്കുകയാണ്. നാട്ടിനെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു സ്ഥലത്ത് ഒരു കല്യാണ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, വീപ്പിലൊക്കെ വിളിച്ചിട്ട് ദഫൊക്കെ മുട്ടിയിട്ട് അങ്ങനെ ഭയങ്കര ആഘോഷം നടക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് എത്തി നോക്കി.
അപ്പൊ എന്താ അള്ള ചെയ്തെന്നറിയോ? റസൂലുള്ളാന്റെ ചെവിക്ക് ചെവി ഇങ്ങനെ എന്ത് ചെയ്ത്, അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയില്ല, എന്തായാലും ചെവിയുടെ മേലിൽ അടി കൊടുത്തു. അള്ള അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? അതൊന്നും അതിന്റെ വാഹിറിന്റെ മേലിൽ അർത്ഥം വെക്കേണ്ടതില്ല. ഫദറബല്ലാഹു അലാ ഉദ്നിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഫലം യൂഖിദുഹു ഇല്ലാ ഹർറു ശംസി. കണ്ടാ, രാത്രി പാട്ടിങ്ങനെ നടക്കുമ്പോ പാട്ടും ബെയിന്റും മദ്ദളും ഗിദ്ദളും മറ്റ് വീപ്പിളികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി കേൾക്കണം എന്നുള്ള താല്പര്യം തോന്നിയിട്ടുള്ളൂ, കേൾക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമുണ്ടായി. ഉടനെ അള്ളാഹു ഒരു അടി കൊണ്ട് കൊടുത്തു ചെവിക്ക്. അതോടുകൂടെ ബോധം കെട്ടു വീണു. ഫലം യൂഖിദുഹു ഇല്ലാ ഹർറു ശംസി. പിന്നെ ഉണർന്നു നോക്കുമ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത് സൂര്യന്റെ ചൂട് കൊണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നത്. എന്തോ നിങ്ങള് സഹോദരന്മാരെ, പിറ്റേന്നാണ് വന്നതെന്നാ പറഞ്ഞത്. കണ്ട, ഇല്ലാ ഹർറു ശംസി മിനൽ ഖദ്, പിറ്റേന്നാണ് ഉണർന്നത്. നോക്കൂ, അങ്ങനെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിൽ കഅബം പണിയാൻ വേണ്ടി കല്ല് ചുമക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പൂമേനി അവിടുത്തെ തോളിലിങ്ങനെ കല്ല് ചുമക്കുകയാണ്. അപ്പോൾ എളാപ്പയാകുന്ന ആർക്ക്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണെന്ന് തോന്നുന്നു. വല്ലാത്ത വിഷമം തോന്നി. റസൂലുള്ളാഹിന്റെ പൂമേനി ചുവന്നിരിക്കുന്നു കല്ല് ചുമന്നിട്ട്. അപ്പൊ അതിനൊരു ശമനം കിട്ടാൻ വേണ്ടി തന്റെ ഇസാറ് തുണി ഉരിയാനുള്ള ശ്രമം നടത്തിയപ്പോഴേക്കും റസൂലുള്ള ബോധം കെട്ട് വീണുപോയി. കണ്ടാ, റസൂലിനെ അള്ളാഹു ഇസ്മത്തി നൽകണം അവിടെ. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽ തന്നെ തെറ്റുകളെ തൊട്ടൊക്കെയും ഇസ്മത്ത് നൽകപ്പെട്ട ആളായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്ത് നമ്മൾ അല്ല, പിന്നെ എന്താ പറഞ്ഞത്? നബിയെ, തങ്ങളെ തൊട്ട് എന്തിന്? വിസിറിനെ, കുറ്റം എന്ന അർത്ഥം അതിന് സങ്കല്പിച്ചാൽ തന്നെ കുറ്റത്തെ തൊട്ട് കാത്തിരിക്കുന്നു, സംരക്ഷണം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലായി പറഞ്ഞത്. അതാണ് ഇസ്മത്തും ഹിഫുലും തമ്മിലുള്ള വ്യത്യാസതാണ്. ഔലിയാക്കൾക്ക് ഹിഫുലുണ്ട്, ഇസ്മത്തില്ല. മനസ്സിലായ? മഹ്ഫൂദീങ്ങളാണ് ഔലിയാക്കൾ. പക്ഷെ അമ്പിയാക്കൾ മഅസൂമുകളാണ്. അമ്പിയാക്കൾ ദോഷം വരികയേയില്ല. ഔലിയാക്കൾ മഹ്ഫൂദീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യുന്ന പ്രകൃതിയിലാണ് അവൻ. പക്ഷേ അല്ലാഹു അവർ ഹിഫ്ദ് നൽകും. അമ്പിയാക്കൾ അങ്ങനെയല്ല. നോക്കൂ സഹോദരന്മാരെ, അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാൻ കഴിയും, ഔലിയാക്കളിൽ നിന്ന് തന്നെ ദോഷങ്ങൾ വരാം. ഇവിടെ അമ്പിയാക്കളിൽ തന്നെ ദോഷങ്ങൾ വരാന്ന് പറഞ്ഞ ആൾക്കാരുള്ള ലോകത്ത് ഈ ആയത്തോതിയിട്ട് അവർ പറയുന്നു അമ്പിയാക്കൾ ദോഷം വരാം. പക്ഷേ അത് ശരിയല്ല. അമ്പിയാക്കളത്വ അള്ളാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളിൽ നിന്ന് ദോഷങ്ങൾ വരാം. പക്ഷെ നമ്മൾക്ക് ദോഷം വന്നാലും ഔലിയാക്കൾ ദോഷം വന്നാലുള്ള വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഫറക്ക് കിടക്കുന്നത്. നമ്മളും അവരും തമ്മിലുള്ള ഫറക്ക് എവിടെയാണ് കിടക്കുന്നത്? അവിടെയാണ്. അതായത് നമ്മൾ ഒരു ദോഷം നമ്മളിൽ നിന്ന് വന്നു, ഒരു നിസ്കാരം ഖളാ ആയി എന്ന് സങ്കല്പിക്കുക, അല്ലാഹു കാക്കട്ടെ. ഖളാ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അത് സാരല്ല, കുറച്ച് നിസ്കരിക്കാൻ കഴിയും. അങ്ങനെയല്ല സുഹൃത്തുക്കളെ? അങ്ങനല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടോ? അവര് വലിയ മഹാന്മാരായിരിക്കും. നമ്മളൊരു പെണ്ണിനെ നോക്കിയെന്ന് സങ്കല്പിക്കുക, വൈകാരികമായി നോക്കിയെന്ന് സങ്കല്പിക്കുക.
എന്നാ നമുക്കെന്താ തോന്നുന്നു? കുറച്ചെങ്കിലും ഈമാനുള്ള ആളുകൾക്ക് എന്താ തോന്നുന്നത്? അല്ലാത്തവർക്ക് തോന്നലെന്നെ ഉണ്ടാവില്ലല്ലോ. തെറ്റായിപ്പോയി, ആയി സാരല്ല നോക്കും. പക്ഷേ മഹാന്മാരായ ആളുകളിൽ നിന്ന് വല്ല തെറ്റും വന്നുപോയാൽ ആ തെറ്റുകൾ പേടിച്ച് അല്ലാഹുവിലേക്ക് മുക്കിബാവും. അവർ അല്ലാഹുവിലേക്ക് കരയും, അല്ലാഹുവിനോട് ഖേദിച്ച് അതിന് വേണ്ട കഫാറത്തുകൾ എത്രയാണ് ചെയ്യുക എന്നതിനൊരു കണക്കുണ്ടാകൂല. മുനാഫിഖീങ്ങളായ ആളുകൾ അവർക്ക് തെറ്റി വരിക എന്ന് പറഞ്ഞാൽ അത് മൂക്കത്ത് ഈച്ച വരുന്നത് പോലെയാണെന്നാ. മനസ്സിലായോ? മൂക്കത്ത് ഈച്ച വന്ന് വായിക്കണം. ആ തെറ്റ് വന്നിട്ട് മൂക്കത്ത് ഈച്ച എന്താ ഉണ്ടാകുക സുഹൃത്തുക്കളെ? ഹലോ, ആരുമില്ലേ? ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ തന്നെ ഉള്ള ആളുണ്ട്, എല്ലാവരും ഉണ്ട്. മൂക്കിന്റെ മുകളിൽ ഈച്ച വന്നാല് അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നാട്ടും ഇല്ലേ? ഒരു വയന്ന ആട്ടന് അറിയാത്തന്നെ എന്നതുപോലെ ഈ എന്തുണ്ടാവുള്ളൂ? മുനാഫിക്കായ വ്യക്തിക്ക് നിന്നൊരു ദോഷം വന്നാൽ അവനത് അതപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം അവനക്കതൊരു വിഷയമല്ല. മുസ്ലിം സമൂഹം ഒന്നടങ്കം ഫിത്തയിൽ അകപ്പെട്ടാലും ശരി, ഞാൻ ഒറ്റപ്പട്ടാളമായിക്കൊണ്ട് നേരിടുന്ന പറഞ്ഞത്. ശ്രദ്ധ പിന്നാർന്നാണ്. അവനോട് അതേ പറയാറുള്ളൂ. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ മൂക്കിന്മേൽ ഒരു ഈച്ച വന്നിരുന്നാൽ അതിന് ലാഘവത്തോടെ ആട്ടുന്നത് പോലെ, വളരെ ലാഘവത്തോടെ ആട്ടുന്നത് പോലെ മുനാഫിഖിന് ദോഷം തോന്നുകയുള്ളൂ. എന്നാൽ മഹാന്മാർക്ക് അങ്ങനെയല്ല. മഹാന്മാർക്ക് ചെറിയ ദോഷം വന്നാൽ തന്നെ അല്ലാ അതിന് ചെയ്യേണ്ട കഫാറത്തുകൾ എത്രയാണ് സുഹൃത്തുക്കളെ? ഇമാം മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാം. അത് ദോഷമൊന്നുമല്ല, എന്നിട്ട് പോലും ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബിലെ പ്രഗത്ഭനായ പണ്ഡിതനല്ലേ ഇമാം മുസ്നി? ആ ഇമാം മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം 25 പ്രാവശ്യം നിസ്കരിക്കും. എന്താ നിങ്ങൾ? നമുക്കൊരു നിസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജമാഅത്ത് നിസ്കാരമല്ല, നിസ്കാരം തന്നെ നഷ്ടപ്പെട്ട നമുക്കൊരു വിഷയമല്ല. ജമാഅത്ത് നഷ്ടപ്പെട്ട പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ജമാഅത്ത് നഷ്ടപ്പെടുക എന്നല്ല, നഷ്ടപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മൾ ഗൗരവമായി കാണണം. ബഹുമാനപ്പെട്ട ആരാണ്? പിന്നെ അൽക്കിയയുടെ ഒരു വിശദീകരണ ഗ്രന്ഥമുണ്ട്. എന്താണ് അതിന്റെ പേര്? ഉസ്താദിന് ഓർമ്മ ഉണ്ടാവോ? കിഫായത്തുൽ അത്ഖിയ അല്ല, അങ്ങനെ തോന്നുന്നു. കിഫായത്തുൽ അത്ഖിയ, ദിമ്യാത്തിക്കുള്ള കിഫായത്തുൽ അത്ഖിയ എന്നുണ്ട്. എന്താണല്ലോ ഉസ്താദിനൊക്കെ ചോദിച്ചാലുള്ളൂ. കിഫായത്തുൽ അത്ഖിയ പിന്നെ എന്താണ്? മിൻഹാജുൽ അസ്ഫിയ എന്നിട്ട് അതിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബഹുമാനപ്പെട്ട ദിമ്യാത്തിക്കുള്ളതാണ്. ദിമ്യാത്തിയാണ് പൂർണ്ണനാമം എനിക്ക് ഓർമ്മയില്ല. സുലൈമാൻ ദിമ്യാത്തി അങ്ങനെ എന്തൊക്കെയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന്റെ പവിത്രത പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്താ ജമാഅത്തിന്റെ പ്രത്യേകത? ജമാഅത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജമാഅത്തിലേക്ക് ഇങ്ങനെ നോക്കും. കണ്ണുകൊണ്ട് നോക്കുന്നല്ല, അങ്ങനെ ആരും സങ്കല്പിക്കണ്ട, നമ്മുടെ വിശ്വാസമല്ല. അതെന്നാണ് കിഫായത്തുൽ അത്ഖിയ മൻഹജുൽ അസ്ഫിയ അല്ലേ? മിൻഹാജുൽ അസ്ഫിയ ശറഹൻ അലാ ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖുൽ ഔലിയ. മിൻഹാജ. അപ്പൊ എന്താവട്ടെ, അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരു ജമാഅത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തിലേക്ക് ഇങ്ങനെ നോക്കും. അല്ലാഹു തബാറക വ തആല നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഭക്തിയോടെ നിസ്കരിക്കുന്ന ഒരു ഇമാമ്, വളരെ ഭക്തിയോടെയാണ് നിസ്കരിക്കുന്നത്. മറ്റൊരു ചിന്തയും അവന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നില്ല.
ആ ഒരൊറ്റ ഇമാമിന്റെ ഭക്തി കൊണ്ട് തന്നെ ആ ജമാഅത്ത് മുഴുവനും ഖബൂൽ ചെയ്യുകയാണ്. ഒരു പ്രത്യേകത അതാണ്. കൂലി വേറണ്ട, അതിന്റെ പുറത്തുള്ള പ്രത്യേകത ഇപ്പൊ പറയുന്നത്. ഇനി ഇമാമിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിസ്കാരമൊക്കെ സ്വഹീഹാണ്, ശുറൂത്തുകളും ഫർളുകളും എല്ലാം പൂർണ്ണമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഭക്തി കുറവാണ്. അവൻ എവിടൊക്കെയോ ചിന്തിക്കുകയാണ്, നാട്ടിലേക്ക് ചിന്തിക്കുകയാണ്, ഭാര്യയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്, മക്കളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ജമാഅത്തില് മൗമൂമീങ്ങളായ ആളുകളൊക്കെയും വളരെ ഭക്തിയോടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ജമാഅത്ത് മഖ്ബൂലാണ്, സ്വീകാര്യമാണ്. ഇനിയും അല്ല നോക്കും, മൗമൂമീങ്ങളിൽ ആകെ ഒരാള് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പല ചിന്തയിലുമാണ്. എന്നാലും അല്ലാഹു സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് സങ്കല്പിക്ക. ജമാഅത്തായി നിസ്കരിക്കുന്നു, ആ ജമാഅത്തിൽ എല്ലാവരും നിബന്ധനകളും ഒത്ത ജമാഅത്താണെങ്കിൽ എല്ലാ ആളുകളും ഭക്തി വളരെ കുറവാണ്, പല ചിന്തകളും ഹൃദയത്തിൽ കടന്നുകൂടുന്നു. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജമാഅത്തിനെ സ്വീകരിക്കുന്നു. കാരണം അല്ലാഹുവിന്റെ വിളി കേട്ടിട്ടാണ് അവർ ജമാഅത്തിലേക്ക് വന്നിട്ടുള്ളത്. അതാ കാരണം. മനസ്സിലായ? എന്റെ വിളി കേട്ടിട്ട് വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ജമാഅത്തിൽ പങ്കെടുക്കില്ലത് കൊണ്ട് എല്ലാവരുടെയും നിസ്കാരം മഖ്ബൂൽ. അത് ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടൂല സുഹൃത്തുക്കളെ. സ്വീകരിക്കുന്നതിന്റെ വല്ല ഉറപ്പുണ്ടോ? കണ്ടോ? അതുകൊണ്ട് ജമാഅത്തുകൾ പരമാവധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബിൽ തന്നെ ഉണ്ട് ഈ ഖുശൂ ഷർത്താണോ അല്ലേ? അവിടെ നമ്മളെ മദ്ഹബിലെ മുഅ്തമദ് എന്താ? ഖുശൂ ഷർത്തല്ല എന്നാണ്. ഷർത്താന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ. അപ്പൊ എന്താവട്ടെ, കാരണം ജമാഅത്തും ഖുശൂഉം തമ്മിൽ എതിരായി കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മുടെ മദ്ഹബിൽ മുഅ്തമദ്? ഒരാൾക്ക് ജമാഅത്ത് നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഖുശൂഇന് ഭംഗം വരുന്നു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഖുശൂ കിട്ടുന്നു. എന്നാൽ നമ്മുടെ മദ്ഹബിൽ മുഅ്തമദ് എന്താണ്? ജമാഅത്തിനെ മുന്തിക്കണം, ഖുശൂ പോയാലും ശരി എന്ന. അതിതാ കാരണം. ഈ ജമാഅത്തിന്റെ ഫളീലത്താണ് കാരണം, ഈ ജമാഅത്തിന്റെ പവിത്രതയാണ് കാരണം, ഈ ജമാഅത്തിന്റെ ഖബൂലിയത്താണ് കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, ഞാൻ അടക്കമുള്ള ആളുകളോട് പറയുന്നു, ജമാഅത്ത് നിസ്കാരം പരമാവധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ദോഷങ്ങളെ തൊട്ടൊക്കെയും സംരക്ഷണം നൽകിയിട്ടുണ്ട്. അത് ചെറുപ്പകാലത്തെ അങ്ങനെ തന്നെയാണ്. കണ്ട? പിന്നെ മറ്റൊരർത്ഥം എന്താ അവിടെ ഉള്ളത്? ഓളായന നബിയെ, നമ്മൾ ഇറക്കി വെച്ചില്ലയോ അങ്ക നബിയെ തങ്ങളെ തൊട്ട്, വിസ്റക തങ്ങളുടെ ഭയത്തെ എന്നാണ് ഒരർത്ഥം. വിസ്ർ എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അതെങ്ങനെ ഭയം ഉണ്ടായത്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ വിസ്റു മാ അസാബഹു മിനൽ ഹൈബത്തി വൽ ഫസഅ. കണ്ടാ? പേടിയും ഭയവും, അതാണ് ഇവിടെ വിസ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഈ പേടിയും ഭയവും ഉണ്ടായത്? ഫീ അവ്വലി മുലാഖാതി ജിബ്രീൽ അലൈഹിസ്സലാം ഹീന അഖദ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചൊന്നു ഞെരുക്കിയില്ലേ? നമ്മളത് ഇഖ്റാ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റാ, ഓ നബിയെ തങ്ങൾ പാരായണം ചെയ്യുക. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിൻ, ഞാൻ ഓത്തുകാരനല്ല, അല്ലെ ഞാൻ എന്താണ് ഓതേണ്ടത്, അല്ലെ എനിക്ക് ഓത്തറിയില്ല എന്ന രീതിയിൽ 3 ഉത്തരം പറഞ്ഞു.
ആ 3 സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു ഒന്ന് പിടിച്ചമർത്തി. അതാണ് പറയുന്നത് ഹൈന അഖദ ജിബ്രീൽ ഇസ്ലാം പിടിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ഭയം പിടികൂടി. അങ്ങനെ റസൂലുള്ളാഹ് തന്റെ ഭാര്യയായ സഹധർമ്മിണിയായ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സമ്മിനൂനി യാ ഖദീജു, സമ്മിനൂനി യാ ഖദീജു. കണ്ടാ, പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിന്റെ അടുത്ത് എന്നിട്ട് എന്ത് വരെയെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പേടിന്റെ ആധിക്യം കൊണ്ട് വഖാദ യർമി നഫ്സഹു മിനൽ ജബൽ, അതിലേക്ക് അടുത്തുപോയിട്ടുണ്ട്. അല്ലാതെ മുജാഹിദിന്റെ നേതാവായ അബ്ദുസലാം പറയുന്നത് പോലെ ആത്മഹത്യ ഉദ്ദേശിച്ചു എന്നല്ല പറഞ്ഞത്. അത് പേടി സംഭവിച്ചു പോയി. വലിയ പേടി വരുമ്പോൾ ഇനി മരിച്ചാൽ മതി എന്ന ചിന്ത വരില്ലേ? കാരണം എന്താണ്, ഒരു ഭൗതിക ലോകത്തിന് ആത്മീയ ലോകത്തേക്കുള്ള പ്രയാണല്ലേ, അത് ആർക്കാ പേടി വരാതിരിക്കാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാദ യർമി നഫ്സഹു മിനൽ ജബൽ, അതിന് അടുത്തുപോയി. അതിലേക്ക് കാത പ്രയോഗിക്കുന്ന തന്നെ അങ്ങനെ സംഭവിക്കൂല എന്നുള്ളതിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. അറബി ഗ്രാമർ അറിയുന്ന ആളുകളോട് ചോദിച്ചറിയാൻ കഴിയുന്നത്. കാതയും ഔസക്കയും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്. കാതൽ ഹിക്കമു അയ്യക്കൂന ഖുർആന എന്ന് പറഞ്ഞിട്ടില്ലേ? ഹിക്കമ് അടുത്തുപോയി അയ്യക്കൂന ഖുർആനാവാൻ എന്ന് പറഞ്ഞെന്താ? കാത പ്രയോഗിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ അങ്ങനെ ആവൂല എന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമാണ്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയത്തിന്റെ ആധിക്യം കൊണ്ട് ഖാദ യർമി നഫ്സഹു മിനൽ ജബൽ, അങ്ങനെ പേടിച്ചിട്ടാണ് വരുന്നത് ഖദീജ ബീവിയുടെ അരികിലേക്ക്. അവിടുന്ന് പറഞ്ഞു, എന്നൊന്ന് പുറപ്പിട്ട് മൂടണം, വല്ലാതെ പനിക്കുന്നു എനിക്ക്. അങ്ങനെ ഭയം വന്നപ്പോൾ ആ ഭയത്തെ അള്ളാഹു നീക്കിക്കളഞ്ഞു. നബിയെ, തങ്ങളുടെ മുതുകിന് സംഭവിച്ച പ്രയാസത്തെ അങ്ങയിൽ നിന്നും നാം നീക്കിക്കളഞ്ഞു, ഒഴിവാക്കിക്കളഞ്ഞു, ഇറക്കിക്കളഞ്ഞു. നോക്കൂ സഹോദരന്മാരെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണല്ലോ, മനുഷ്യപ്രകൃതമാണല്ലോ. ആ മനുഷ്യപ്രകൃതിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മീയ പ്രകൃതിയിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അത് വലിയ സംഭവമാണ്. എന്തിനാപ്പത് നമ്മൾ അങ്ങോട്ടൊക്കെ പോണ്? നമ്മളിങ്ങനെ കിടന്നുറ നല്ല ആരോഗ്യമുള്ള ഒരാളാണെന്ന് തന്നെ സങ്കല്പിക്കാം. നല്ല ആരോഗ്യം അഭ്യസിക്കണം എന്ന് സങ്കല്പിക്കാം. നമ്മളിങ്ങനെ രാത്രി അർദ്ധരാത്രി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മളെ വീട് തുറന്ന് ഒരു കള്ളൻ, ദുർബലനായ, ശക്തിയില്ലാത്ത, അഭ്യാസിയല്ലാത്ത ദുർബലനായ ഒരു കള്ളൻ നാം ഉറങ്ങുന്ന കട്ടിലിന്റെ മുന്നിൽ നമ്മൾ കണ്ണു തുറന്നപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ എത്ര വലിയ അഭ്യാസിയാണെങ്കിലും പെട്ടെന്നൊന്ന് പതറിപ്പോകില്ലേ കൂട്ടുകാരെ? അല്ലേ? അല്ല, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്നാ പറഞ്ഞോളൂ. അല്ല, ഇത് നിങ്ങൾക്ക് അഭിപ്രായം അതിന്റെ അകപ്പെടുത്താം, അതിനൊന്നും കുഴപ്പമില്ല. ഏത് അഭ്യാസിയാണെങ്കിലും ഉറക്കിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ നമ്മുടെ റൂമിൽ ഒരു കള്ളനെ കണ്ടാൽ പെട്ടെന്ന് എങ്ങനെയാണിത് പതറിപ്പോകും. അത് ദുർബലനായ ഒരു കള്ളന്റെ അവസ്ഥ എളുപ്പത്. എന്നാ ഇതോ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മീയ ലോകത്തുള്ള ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് വല്ലാത്ത പ്രയാസം നേരിട്ടു. ആ പ്രയാസത്തെയാണ് അള്ളാഹു നീക്കിക്കളയുന്നു. നമ്മൾ ഇറക്കി തന്നില്ലേ, നമ്മൾ നീക്കിത്തന്നില്ലേ, ഒഴിവാക്കി തന്നില്ലേ. അൻകാ നബിയെ, തങ്ങളെ തൊട്ട് അൽ വിസറക്ക, പേടിയും ഭയവും പ്രയാസവും നീക്കി തന്നില്ല നബിയേ. ഇത് ഇനി മറ്റൊരു അർത്ഥം പറയുന്നെന്താ?
ഈ ആയത്ത് ഈ സൂറത്ത് ഇറങ്ങിയത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നു, ലൈൻ കാന നുസൂലു സൂറത്തി ബഅദ മൗതി അബീ ത്വാലിബ് വ ഖദീജ, അബീ ത്വാലിബിന്റെയും ഖദീജ ബീവിയുടെയും മരണശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എങ്കിൽ ആ അഭിപ്രായമനുസരിച്ച് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സംരക്ഷിച്ച ആളാണ്. തന്റെ മക്കൾക്ക് പോലും കൊടുക്കാത്ത പരിഗണന കൊടുത്തു വളർത്തിയെടുത്തതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എല്ലാവരും എതിർത്തപ്പോൾ തന്റെ മകനെയും കൊണ്ട് എവിടെ പോയി? സ്വാബ് അബൂ ത്വാലിബിൽ പോയി മാസങ്ങൾ താമസിച്ചില്ലേ സുഹൃത്തുക്കളെ? ഭക്ഷണം പോലും ഇല്ലാതെ, മാംസം പോലും കഴിക്കാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ മാസങ്ങൾ ഉപരോധത്തിലേർപ്പെട്ടുകൊണ്ട് പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ചില്ലേ അബൂ ത്വാലിബ്? എന്തിനാ അതിന്റെ ആവശ്യം? ഈ ഖുറൈശികളിലെ എണ്ണപ്പെട്ട ആളായിരുന്നില്ലേ? ഈ ഖുറൈശികളിൽ അംഗീകാരമുള്ള ആളായിരുന്നില്ലേ? എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം കൊണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ച ആളാണ് അബൂ ത്വാലിബ്. റസൂലുള്ളാഹിയുടെ പ്രയാസങ്ങൾ പറയാനുള്ള ആളായിരുന്നു അബൂ ത്വാലിബ്. അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാന്ത്വനം നൽകിയ ആളായിരുന്നു ഖദീജ ബീവി. അവിടുത്തെ ദീനീ പ്രബോധനത്തിന് വേണ്ടി തന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച മഹദിയാണ് ഖദീജ ബീവി. വലിയ സ്നേഹമായിരുന്നു ഖദീജ ബീവിയോട് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ആ ഖദീജ ബീവിയും അബൂ ത്വാലിബും മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് സങ്കൽപ്പിക്കുകയാണെങ്കിൽ ഫലഖദ് കാന ഫിറാഖുഹുമാ അലൈഹി വിസ്റൻ അദീമാ. ഖദീജ ബീവിയുടെയും അബൂ ത്വാലിബിന്റെയും ഫിറാഖ്, അവിടുന്ന് അവർ വിട്ടുപിരിഞ്ഞു പോയത് വിസ്റൻ അദീമൻ, വലിയ പ്രയാസമായിരുന്നു നബിക്കുണ്ടാക്കിയത്. ദുഃഖാകുലനായിപ്പോയി നബി. ഇനി ആരോട് പറയും? ആരോട് സങ്കടം പറയും? അങ്ങനെ ദുഃഖാകുലനായിരുന്ന നബിയെ അല്ലാഹു സാന്ത്വനിപ്പിക്കുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനേക്കാൾ വലിയ സന്തോഷം മറ്റെന്തുണ്ട് സുഹൃത്തുക്കളെ? പറയുന്നത്. അപ്പോ ഇവ രണ്ടുപേരുടെയും ഫിറാഖ്, ഇവ രണ്ടുപേരും വിട്ടുപിരിഞ്ഞു പോയത് റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായപ്പോൾ فوضع عنه الوزر برفعه إلى السماء حتى لقيه كل ملك. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം നീക്കിക്കൊടുത്തത്? എങ്ങനെയാണ്? ബിറഫ്ഇഹി ഇലസ്സമായി, അല്ലാഹുവിനെ കാണാൻ വേണ്ടിയും മലായിക്കത്തിന്റെ ലോകം കാണാൻ വേണ്ടിയും അവരെ കണ്ടുമുട്ടാൻ വേണ്ടിയും ഒരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുകയാണ്. നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അജ്മീറിലേക്ക് പോകുന്നു, മടവൂരിലേക്ക് പോകുന്നു, ഏർവാടിയിലേക്ക് പോകുന്നു, ഉള്ളാളത്തേക്ക് പോകുന്നു. അങ്ങനെയുള്ള മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലത്തേക്കൊക്കെ സിയാറത്ത് പോയിട്ട് നാം നമ്മുടെ പ്രയാസങ്ങൾ അവിടെ ഇറക്കി വെക്കുന്നു. നല്ല തെളിവാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ത്വാലിബിന്റെയും ഖദീജ ബീവിയുടെയും ഫിറാഖ്, ആ വിട്ടുപിരിയല് വല്ലാത്ത പ്രയാസമുണ്ടായപ്പോൾ മഹാന്മാരുടെ ഖബർ കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സയിലേക്ക് സിയാറത്തിന് യാത്രയാക്കുന്നു അല്ലാഹു. അങ്ങനെ അവിടെ നിന്ന് അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് ആകാശലോകത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അതാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന് അതോടുകൂടെ എല്ലാ ടെൻഷനും മാറിപ്പോയി. ഏത് പ്രതിസന്ധിയിലും
സംരക്ഷകനായി സാന്ത്വനമായി അള്ളാഹു കൂടെയുണ്ട്. കണ്ടാ, നോക്കൂ നിങ്ങള്. മറ്റൊരർത്ഥം ഇതിന് പറയുന്നത് അൽ മുറാദു അൽ ഹൈറത്തുല്ലത്തി കാനത്ത് ലഹു ഖബ്ലൽ ബിഅസ. ഇത് വേറൊരു ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി യാത്രയാക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു ഹൈറത്തുണ്ടായിരുന്നു, ഒരു വേജാറുണ്ടായിരുന്നു. അതെന്ത് വേജാറാണെന്നറിയുമോ? ലിമാ നളറ ഇലാ അളീമി നിഅമില്ലാഹി തആല അലൈഹി. ആ വേജാർ എങ്ങനെയുണ്ടായി? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയ കാരണം കൊണ്ടുണ്ടായതാണ്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകിയത്. ആ അനുഗ്രഹങ്ങളിലേക്കൊക്കെ നോക്കിയപ്പോൾ വേജാറാണ് ഉണ്ടാകുന്നത്. നമ്മളെപ്പോലെയല്ല. നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ സന്തോഷമല്ലേ കൂട്ടുകാരെ? നല്ല ജോലി കിട്ടുമ്പോൾ സന്തോഷമല്ലേ? നല്ല ശമ്പളം കിട്ടുമ്പോൾ സന്തോഷമല്ലേ? നല്ല മക്കളെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ? നല്ല കുടുംബത്തെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ? നല്ല ആരോഗ്യം കിട്ടുമ്പോൾ സന്തോഷമല്ലേ? അങ്ങനെ അല്ലാഹു നൽകുന്ന അനുഗ്രഹം, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോഴൊക്കെയും നമുക്ക് സന്തോഷങ്ങൾ വർദ്ധിച്ചു 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 വരികയല്ലേ ചെയ്യുക. എന്നാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ നിഅമത്തുകൾ കണ്ടപ്പോൾ വല്ലാത്ത ബേജാറായി പോയി. എന്താ ബേജാറിനുള്ള കാരണം? എന്താ ബേജാറിനുള്ള കാരണം? സഖുല അലൈഹി നിഅമുല്ലാഹ്. അല്ലാഹുവിന്റെ നിഅമത്ത് വല്ലാത്ത ബേജാറായി പോയി, വല്ലാത്ത ഖനമായി തോന്നി റസൂലുള്ളാഹിക്ക്. എങ്ങനെയാണ് ബേജാറ് തോന്നിയത്? അന്നഹു കൈഫ യുതീഉ റബ്ബഹു. അല്ലാഹ് എനിക്ക് നല്ല ആരോഗ്യം തന്നു, നല്ല കാഴ്ച തന്നു, നല്ല കേൾവി തന്നു, നല്ല ജോലി തന്നു, നല്ല ശമ്പളം തന്നു, മക്കളെ തന്നു, കുടുംബത്തെ തന്നു, എല്ലാവിധ സൗകര്യങ്ങളും തന്ന അല്ലാഹുവിന് എങ്ങനെ ഞാൻ വഴിപ്പെടും പടച്ചവനെ? ഞാൻ എത്ര വഴിപ്പെട്ടാലും എത്ര ഇബാദത്തെടുത്താലും അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന് അത് മതിയാകുമോ? ആ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടു, പേടിച്ചുപോയി, ബേജാറായി പോയി. അതാണ് പറയുന്നത് അന്നഹു കൈഫ കാന യുതീഉ റബ്ബഹു. ആ ബേജാറ് ഉണ്ടായപ്പോൾ അല്ലാഹ് പറയുന്നു നബിയെ, തങ്ങളെ തൊട്ട് ആ ബേജാറിനെയും നമ്മൾ നീക്കിയിരിക്കുന്നു. കണ്ട നിങ്ങൾ സഹോദരന്മാരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറ്റൊരർത്ഥം കൂടി കിട്ടോ. റസൂലുള്ളാഹിക്ക് വേറൊരു ബേജാറുണ്ടായിരുന്നു. എന്താ? എന്റെ ഉമ്മത്തികളുടെ അവസ്ഥ എന്താകുമെന്ന ബേജാറ്. സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു ബേജാറായിരുന്നു റസൂലുള്ളാഹിക്ക്. എന്റെ ഉമ്മത്തികൾ എന്താകും? കാരണം റസൂലുള്ളാഹിക്ക് അറിയാലോ നാളെ ആഖിറത്തിൽ ചെന്നാൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മത്തികൾ ഒരിക്കലും തന്നെ പ്രയാസത്തിൽ അകപ്പെടരുതെന്ന ചിന്ത റസൂലുള്ളാഹിനെ പിടികൂടിയിരുന്നു. ആ ഹമ്മ്, ആ മുഷിപ്പ്, ആ ടെൻഷൻ, ആ ഹുസ്ൻ അത് പിടികൂടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വേണ്ട നബിയേ, ഞങ്ങളെ ഉമ്മത്തികൾക്കുള്ളതൊക്കെ ഞാൻ കൊടുക്കും. മനസ്സിലായ? അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ത്? സൂറത്തുൽ ഫത്ഹിലുണ്ടല്ലോ, എന്താണ്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനൻ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. റസൂലുള്ളാഹിന്റെ ദോഷം പൊറുക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മാ തഖദ്ദമ മിൻ ദംബിക എന്ന് പറഞ്ഞാൽ നബിയെ, തങ്ങളുടെ ദോഷത്തിൽ നിന്ന് മുന്തിക്കഴിഞ്ഞു പോയത് എന്നല്ല. പിന്നെയോ ഐ മിൻ ദംബി അബവൈക ആദമ വ ഹവ്വാ. അതാണ് റസൂലുള്ളാഹിനെ അലട്ടിയിരുന്നൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, എന്ത്? മാ തഖദ്ദമ മിൻ ദംബിക,
നബിയെ തങ്ങളുടെ ദോഷം എന്നല്ല, മാ തഖദ്ദമ മിൻ ദംബി അബവൈക ആദമ വഹവ്വാ, ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവിക്കും നേരിട്ടൊരു പ്രയാസമുണ്ട് സ്വർഗത്തിൽ വെച്ചുകൊണ്ട്. ആ പ്രയാസത്തെ എന്ത് ചെയ്തിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു. ആദ്യം തന്നെ ലക്കാന്നോടെ പറഞ്ഞതന്നെ തങ്ങൾക്ക് വേണ്ടി കേട്ടാ. നോക്കി നിങ്ങളെ പ്രയോഗം ഖുർആന്റെ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനൻ ലിയഗ്ഫിറ ലക, തങ്ങൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടി, തങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി. ആരുടെ ദോഷം? ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാ ബീവിയുടെയും. പിന്നെയോ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വമാ തഅഖറ മിൻ ദുനൂബി ഉമ്മതിക ബിദഅവതിക. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയായതിൽ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത് സുഹൃത്തുക്കളെ. എന്താ പറയുന്നത്? വമാ തഅഖറ യഅനി മിൻ ദുനൂബി ഉമ്മതിക ബിദഅവതിക. നബിയെ തങ്ങളുടെ ദുആ കൊണ്ട്, നബിയെ തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങയുടെ ഉമ്മത്തുകളുടെ ദോഷങ്ങളൊക്കെയും പൊറുത്തു കൊടുത്തിരിക്കുന്നു. മനസ്സിലായി? ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഏതിന്റെ അർത്ഥം. മതി ല്ലേ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനി അടുത്ത ആയത്ത് നബിയെ നമ്മൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഉയർത്തിയില്ലയോ ലക്ക തങ്ങൾക്ക് വേണ്ടി. എന്തിനെ? ദിക്റക തങ്ങളുടെ സ്മരണയെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ അത് എല്ലാ കാലത്തും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അത് ഇന്നുള്ളതല്ല, എന്നുമുള്ളതാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതൽ എന്നല്ല, അതിന്റെ മുമ്പ് മുതൽ എന്നല്ല, അതിന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിയുടെ സ്മരണ എല്ലാ സ്ഥലത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ ഇതിറങ്ങാൻ കാരണം എന്നറിയോ? ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയുകയാണ്, സഅൽതു റബ്ബി മസ്അലതൻ, ഞാൻ എന്റെ രക്ഷിതാവിനോട് ചോദിച്ചു. വദത്തു അന്നീലം അസ്അലുഹു, എനിക്ക് ചോദിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലേന്ന്, എന്നാലും ഞാൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഖുൽതു ഖദ് കാന ഖബ്ലി അംബിയാഉം മിൻഹും മൻ സഖറത് ലഹു റീഹ്, എന്റെ മുമ്പ് കാറ്റ് വഴിപ്പെടുത്തിപ്പെട്ട നബിമാരുണ്ടായിട്ടുണ്ടല്ലോ. വമിൻഹും മൻ യുഹീൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവരുണ്ടായിട്ടുണ്ടല്ലോ. ഫമാ ജഅൽതലി, അല്ലാഹു എനിക്ക് എന്തേ ചെയ്തെന്നത്? അല്ലെങ്കിൽ നീ എന്തെല്ലാം ചെയ്തു തന്നു? അതാണ് ഏറ്റവും ഫിറ്റായ അർത്ഥം എന്നാ തോന്നുന്നത്. എന്തെല്ലാം നീ ചെയ്തു തന്നു? കാല, അപ്പൊ അല്ലാഹ് അതിനൊന്നും കൂടി ഇഖ്റാർ ചെയ്തുകൊണ്ട് പറയാണ്, അവലൈസ ഖദ് അഅതൈതുക അഫ്ളല മിൻ ദാലിക കുല്ലി. കണ്ടാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളിൽ പിശാചിനെ വഴിപ്പെടുത്തിയവരുണ്ടായിരുന്നു, കാറ്റിനെ വഴിപ്പെടുത്തിയവരുണ്ടായിരുന്നു, അതേ പ്രകാരം തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചവരുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഫമാ ജഅൽതലീ, നീ എനിക്കെന്താണ് ചെയ്തു തന്നത്?
ഖാല അവലൈസ ഖദ് അഅതൈതുക അഫ്ളല മിൻ ദാലിക കുല്ലിഹി, ഇതിനേക്കാളൊക്കെയും ശ്രേഷ്ഠമായത് നബിയെ തങ്ങൾക്ക് നാം നൽകില്ലേ. ഇന്നി ലാ ഉദ്കറു ഇല്ലാ ദുകിർത മഈ, അതിനേക്കാൾ വലിയത് എന്താണ്? ഇന്നി ലാ ഉദ്കറു, എന്നെ പറയപ്പെടുന്നില്ല, ഇല്ലാ ദുകിർത മഈ, എന്നോട് കൂടെ തങ്ങളെ പറയപ്പെട്ടിട്ടല്ലാതെ. സുബ്ഹാനകല്ലാഹ്, എവിടെ നോക്കിയാലും എന്റെ നാമം പറയുന്നുവോ അവിടൊക്കെയും നിങ്ങളുടെ നാമവും നാം പറയുന്നുണ്ട്. അതിനേക്കാൾ വലിയ സ്ഥാനം എന്താണ്? അതല്ല അത് നബി അലൈഹി സ്വലാം ചോദിച്ചത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെയോ വജഅൽതു സുദൂറ ഉമ്മത്തിക, നബിയെ തങ്ങളുടെ എന്താണ് എവിടെത്തിപ്പോ മാറിപ്പോയ അല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, അലം അജിദ്ക യതീമൻ, തങ്ങളെ നാം യതീമായി എത്തിച്ചില്ലയോ? ഫാവൈതുക, നബിയെ അങ്ങനെ യതീമായിട്ടുള്ള തങ്ങളെ നാം സംരക്ഷിച്ചില്ല നബിയെ. ഖുൽതു ബലാ യാ റബ്ബ്, അതെ എന്ന് പറഞ്ഞു. ഖാല അലം അജിദ്ക ളാല്ലൻ ഫഹദൈതുക, നബിയെ തങ്ങളെ ളാല്ലായിട്ട് വഴിതെറ്റിയവനായിട്ട് എത്തിച്ചില്ലേ? ഫഹദൈതുക, അങ്ങനെ നാം തങ്ങൾക്ക് വഴി കാണിച്ചു തന്നില്ലേ? ഖുൽതു ബലാ യാ റബ്ബ്, അതെ. ഖാല അലം യജിദ്ക ആയിലൻ ഫഅഗ്നൈതുക, നബിയെ തങ്ങളെ ദുർബലനായി ഞാൻ എത്തിച്ചില്ലേ? ഫഅഗ്നൈതുക, അങ്ങനെ തങ്ങൾ ഐശ്വര്യവാനാക്കിയില്ലേ? ബലാ, ശരിയാണല്ലാ, ബലാ യാ റബ്ബ്. ഖാല അലം അശ്റഹ് ലക സദ്റക, നബിയെ തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ? അലം അർഫഅ ലക ദിക്റക, നബിയെ തങ്ങളുടെ സ്മരണ നാം ഉയർത്തിയില്ലേ? ഖുൽതു യാ റബ്ബ് വലാ. വേറെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലമ്മാ ഫറഗ്തു മിൻ അമറനില്ലാഹു ബിഹി മിൻ അംരിസ് സമാവാതി വൽ അർള്, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിവായപ്പോൾ, ഒരു ഫറാഗ് കിട്ടിയപ്പോൾ, ഖുൽതു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ വഖദ് കറംതഹു. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, നബിയെ എന്റെ മുമ്പുള്ള അമ്പിയാക്കള് ഒരൊറ്റ നബിയും ഒഴിവായി പോയിട്ടില്ല. ഇല്ലാ വഖദ് കറംതഹു, നബിയെ അല്ലാഹുവേ നീ അവരെയൊക്കെയും ഇക്റാം ചെയ്തിട്ടല്ലാതെ എന്ന് അള്ളാഹിനോട് ചോദിച്ചു. ജഅൽത ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലാക്കി. ഓ മൂസ കരീമ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കരീമാക്കി. വസഖർത ലിദാവൂദ് അൽ ജിബാല, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പർവ്വതങ്ങളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. വലി സുലൈമാൻ അദ്ദീഹ വശയാത്തീന, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കാറ്റും അതുപോലെ തന്നെ ജിന്നുകളെയും ഒക്കെയും വഴിപ്പെടുത്തി കൊടുത്തു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മരിച്ച ആളുകൾ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു. ഫമാ ജഅൽതലി, എനിക്കെന്തേ ചെയ്തത്? എനിക്കെന്തെല്ലാം ചെയ്തു? അപ്പൊ അല്ലാഹു പറയുന്ന, അവലൈസ ഖദ് അഅതൈതുക അഫ്ളല മിൻ ദാലിക കുല്ലിഹി, കടാ, ഇതിനേക്കാളൊക്കെയും ശ്രേഷ്ഠമായത് നബിയെ തങ്ങൾക്ക് നൽകിയില്ലേ? ഇന്നി ലാ ഉദ്കറു ഇല്ലാ ദുകിർത മഈ, തങ്ങൾ എന്നെ പറയപ്പെടുന്നില്ല. ഇല്ലാ ദുകിർത മഈ, എന്നോട് കൂടെ തങ്ങളെ പറഞ്ഞിട്ടല്ലാതെ. ആ തങ്ങളെ വിളിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാല് ഓരൊക്കെ എവിടെ കൊണ്ടാക്കേണ്ടത്? 13 നമ്പർ വണ്ടിക്ക് വെച്ചുവിടണ്ടേ? കേൾവിക്കാരൻ ഉസ്താദ് പറയുമ്പോലെ 13 നമ്പർക്ക് വെച്ചുവിടണ്ടേ? അള്ളാഹു പറയുന്നു, ലാ ഉദ്കറു ഇല്ലാ ദുകിർത മഈ, എന്നെ പറയപ്പെടുന്നില്ല. ഇല്ലാ ദുകിർത മഈ, എന്നോട് കൂടെ തങ്ങളെ പറയപ്പെട്ടിട്ടല്ലാതെ. കണ്ടാ, വജഅൽതു സുദൂറ ഉമ്മത്തിക, നബിയെ തങ്ങളുടെ ഉമ്മത്തിന്റെ ഹൃദയത്തെ നമ്മൾ ആക്കിയില്ല നബിയെ.
അനാജീല. മനസ്സിലായോ? അനാജീൽ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളതാക്കിയില്ലേ. നമ്മളൊക്കെ സന്തോഷവാന്മാരില്ലേ സുഹൃത്തുക്കളെ? ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ടു എന്നതിന് വലിയ സന്തോഷമല്ലേ നമുക്കുള്ളത്? അവര് യഖ്റഊനൽ ഖുർആന ളാഹിറൻ, പ്രത്യക്ഷമായി അവർ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയം സന്തോഷമാകുന്നു. അതാണ് പറഞ്ഞത്, വജഅൽതു സുദൂറ ഉമ്മത്തിക അനാജീല യഖ്റഊനൽ ഖുർആന ളാഹിറൻ. പ്രത്യക്ഷത്തിൽ ഖുർആൻ ഓതുന്ന രീതിയിൽ തന്നെ അവര് സന്തോഷവാന്മാരാവുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തെ നാം ആക്കിയില്ലേ. അവലം ഉഅ്തിഹാ ഉമ്മത്തൻ വഅഅതൈതു വഅഅതൈതു കൻസം മിൻ കുനൂസി അർശി. നബിയെ, തങ്ങൾക്ക് നാം എന്റെ അർശിന്റെ കുനൂസിൽ നിന്ന്, നിധികളിൽ നിന്ന് വലിയ ശേഖരം തങ്ങൾക്ക് നൽകിയില്ലേ? അതേതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇങ്ങനൊക്കെ തന്നില്ല നബിയേ എന്നൊന്നും കൂടി ഇഖ്റാർ ചെയ്യട്ടെ. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ അറിയാഞ്ഞിട്ടോ അല്ലെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിച്ച് എന്ത് ചെയ്യാ ബുദ്ധിമുട്ടാക്കുകയല്ല. അത് ആദ്യം പറഞ്ഞില്ല നമ്മള്. എനിക്കൊരു വദത്തു അന്നീലം അസ്അലുഹു, വേണ്ട ചോദിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എന്നാലും ചോദിച്ചു ഏതാണ്. അതാണ് ഈ ആയത്തിന്റെ പാശ്ചാത്തലം. നിങ്ങൾ സഹോദരന്മാർ, അതാണ് വറഫഅനാ ലക ദിക്റക്, നബിയെ തങ്ങളുടെ സ്ഥാനത്തെ നമ്മൾ ഉയർത്തിയില്ലേ. എല്ലായിടത്തും ഉയർത്തി, ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും. എവിടെല്ലാം ഉയർത്തിയിട്ടുണ്ട് നോക്കി. മഹാന്മാരായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. റഫഅല്ലാഹു ദിക്റഹു ഫിദ്ദുനിയ വൽ ആഖിറ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ അത് ദുന്യാവിലും ആഖിറത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഫലൈസ ഖതീബുൻ വലാ മുതശഹ്ഹിദുൻ വലാ സാഹിബു സ്വലാത്തിൻ ഇല്ലാ യുനാദി ബിഹാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നോക്കൂ സഹോദരന്മാരെ, ഒരു ഖതീബും ഒരു പ്രാസംഗികനും ഒരു ഷഹാദത്ത് ചൊല്ലുന്നവനും ഒരു വാങ്ക് കൊടുക്കുന്നവനും അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായ സുഹൃത്തുക്കളെ? അപ്പോ അതാണ് വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വേറെയും മഹാന്മാരായ ആളുകൾ എന്ത് പറയുന്നുണ്ട്, അതിന് വേറെയും വ്യാഖ്യാനങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. റഫഅല്ലാഹു ദിക്റഹു ഫിൽ അവ്വലീന വൽ ആഖിരീൻ അലൈഹി വസല്ലമയുടെ ദിക്ർ ഉയർന്നുകൊണ്ടിരിക്കുന്നു. വനവ്വഹ ബിഹി, കണ്ടാ, ونوه به حين أخذ الميثاق على جميع النبيين من كتاب وحكمة എന്ന് പറയുന്ന ആയത്തിൽ പറയുന്നില്ലേ, എല്ലാ അമ്പിയാക്കളോടും അള്ളാഹു ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഈ പ്രവാചകനെ സഹായിക്കണമെന്ന്. ഏത് കാലത്ത്? ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പേ, 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ അമ്പിയാക്കളോട് പറയാണ് നിങ്ങൾ ഈ പ്രവാചകനെ സഹായിക്കണമെന്ന്. മനസ്സിലാണ്ട? അവിടുന്ന് ഉടമ്പടി വാങ്ങിയിട്ടുണ്ട്. ആ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുമുണ്ട്. അതാണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു സ്ഥലത്ത് കാണാലോ, മൗലാഹു ജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല സഹായികൾ ആരാണ്? ജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ അയിൽ അംബിയാഉ എന്നാണ് അവിടെ അവിടെ വിശദീകരിച്ച് കാണാൻ കഴിയും മുഫസ്സിറുകൾ. സാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അയിൽ അംബിയാഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളും സഹായികളാണ്.
എന്താ അങ്ങനെ സഹായികളാവാൻ കാരണം? അവരുമായി അള്ളാഹു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ നേരത്ത് വനവ്വഹ ബിഹി, ഈ റസൂലുള്ളാഹിനെ അവർ സ്മരിച്ചിട്ടുണ്ട്. ഹീന അഖദൽ മീസാഖ അലാ ജമീഇൽ അംബിയാഇ അൻ യുഅ്മിനൂ ബിഹി. ഈ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുമെന്ന കാര്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഉടമ്പടി വെക്കുമ്പോൾ എന്തിനാ അങ്ങനെ എത്രയോ മുമ്പ് വെച്ചുവാണ് അമ്പിയാക്കൾ വിശ്വസിക്കുമെന്ന് കരാർ ചെയ്യുന്നു? സഹോദരന്മാരെ, വയഉമുറു ഉമമഹും, അവരുടെ ഉമ്മത്തിനോട് ആ അമ്പിയാക്കൾ കൽപ്പിക്കുമെന്നും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽഈമാനി ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കുമെന്ന്. ആ ഉടമ്പടി അങ്ങനെയുള്ള ഉടമ്പടിയാണ്. അന്നരക്ക് റസൂലുള്ളാഹിനെ ഉയർത്തി എന്നാണ് പറയുന്നു. വറഫഅനാ ലക ദിക്റക. അല്ലാ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? റസൂലുള്ളാഹിന്റെ മേൽ ആക്ഷേപം വരുമ്പോൾ റസൂലുള്ളാഹിനെ പറച്ചിൽ കൂടുകയാണ്. ഷഹർ മുബാറക്കിന് ആക്ഷേപം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്യാണ്? വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക. അല്ലാ, നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അതേ പ്രകാരം തന്നെ വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം വജഅല ത്വാഅതഹു, നബിയെ, നബിയോട് നബിക്ക് വഴിപ്പെടൽ എന്നതിനെ ആക്കി. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല എന്ന് പറഞ്ഞില്ലേ? എന്നുപോലെ തന്നെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, വേറൊരു ആയത്തിന് അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് വഴിപ്പെടുക എന്ന് പറയുന്നത് വജഅല ത്വാഅതഹു, റസൂലുള്ളാഹിക്ക് വഴിപ്പെടുക എന്ന് പറയുന്നത് അത് ത്വാഅതഹു തആല, അല്ലാഹു തആലാക്ക് വഴിപ്പെടലാക്കി. വറഫഅനാ ലക ദിക്റക വസല്ലല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അല്ലാഹു തന്നെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉയർത്തി. ഹുവ വമലായികതുഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി. ഞാനത് വിശദീകരിച്ച് പറയുകയല്ല. വഅമറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. എന്ത്? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ബിസ്സലാത്തി അലൈഹി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട്. നോക്കൂ നിങ്ങള്, പിന്നെയുമുണ്ട് വസമ്മാ റസൂലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് പറഞ്ഞു. നബിയുല്ലാഹ്, റസൂലുള്ളാഹ്, നബിയുല്ലാഹ്, ഖലീലുല്ലാഹ്, ഹബീബുല്ലാഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പേരുകളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ നാമങ്ങൾ ഇങ്ങനെ ഉയർത്തി. റസൂലുള്ളാഹി വസല്ലമക്ക് പേര് വെക്കപ്പെട്ടു. എന്തുകൊണ്ട്? റസൂലുള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ടു, നബിയുള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ടു. അതല്ലാത്ത മറ്റ് അൽഖാബുകള് അള്ളാഹുവിന്റെ റസൂലിന് പേര് വെച്ചുകൊണ്ട് അവിടുത്തെ നാമം ഉയർന്നുകൊണ്ടിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക. നിർത്തുകയാണ് ഞാൻ, സമയം കഴിഞ്ഞുപോയി. ഉസ്താദ് മൈക്കിലേക്ക് വന്നാൽ ഞാൻ മൈക്ക് വിടുന്നതാണ്. ഈ ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മൾ ഈ സൂറത്ത് തീർക്കുകയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നോക്കൂ സഹോദരന്മാരെ, ഉസ്താദ് മുകളിലേക്ക് വന്നാൽ ഞാൻ മൈക്ക് വിടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നീണ്ടുപോയി വരും. കാരണം അത് തീരുമ്പോ ചിലപ്പോൾ ഇത് വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ മണിക്കൂറുകൾ. അത് നാളെ പറയാം അല്ലേ? നാളെ പറയാം. ബാക്കി ഫൈന ഉണ്ടാവും, നാളെ പറയാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമുക്ക് സ്വാലിഹായ അമലായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ മാപ്പാക്കണേ റഹ്മാനെ. പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരും മശായിഖന്മാര്, അതേപ്രകാരം ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, വസ്ത്രം നൽകിയ, സഹായം നൽകിയ എല്ലാ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവിടെ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിനെ സ്വർഗീയമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും മാതാപിതാക്കളിലും എല്ലാം നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.